അഗ്നിപരീക്ഷയുടെ പുതിയ പ്രൊമോയില് രഞ്ജിനിയുമായിട്ട് മുട്ടൻ അടിപൊട്ടിക്കുകയാണ് കണ്ടസ്റ്റന്റുകൾ. ഏത് കണ്ടസ്റ്റന്റ്? ഡേ 2-ൽ കയറുന്ന 20 കണ്ടസ്റ്റൻസ്. ആരൊക്കെയാണ് രണ്ടാമത്തെ ദിവസം കയറുന്ന 20 കണ്ടസ്റ്റൻസ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നലെ കയറിയ 20 പേരെ നമ്മൾ പരിചയപ്പെടുത്തി തന്നു, നമ്മൾ പറഞ്ഞവരൊക്കെ തന്നെയാണ്. ഇന്നിനി കയറും 20 പേര്. ഹോട്ട്സ്റ്റാറിൽ രാത്രി 12 മണിയാകുമ്പോൾ എപ്പിസോഡ് വരെ. എന്റെ പൊന്നെ മുട്ടൻ അടിയാണ് ജഡ്ജസും കണ്ടസ്റ്റൻസും തമ്മിൽ. ആരെ പേരും പറഞ്ഞുകൊണ്ട്, പൂജയുടെ പേരും പറഞ്ഞുകൊണ്ട്. ഡേഞ്ചർ സോണിൽ ഇപ്പോൾ കുറച്ച് പേര് ഇരിപ്പുണ്ട്. അവരിൽ നിന്നും പലരും ഒട്ടനെ തെറിക്കും, ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അപ്പൊ എല്ലാരെയും കൂടെ കയറ്റി അട്ടിക്കേറി അവിടെ കിടത്തിയിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുത്താനേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും വൈകാതെ ആ ഡേഞ്ചർ സോൺ ഇരിക്കുന്നവരിൽ പലരും ഔട്ടാവും. എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ? പ്രൊമോഡ് അപ്ഡേറ്റ് പറയാനുണ്ട്, വിശേഷങ്ങൾ പറയാനുണ്ട്, കണ്ടസ്റ്റൻസിന്റെ കാര്യം പറയാനുണ്ട്. അപ്പൊ എല്ലാവർക്കും മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ ആണ്, കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ നിങ്ങൾ പറയുക. അതോടൊപ്പം തന്നെ FBയിലോ ഇൻസ്റ്റയിലോ ആണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. യൂട്യൂബിൽ ഇപ്പൊ കാണുന്ന വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പോ ഒരു പ്രൊമോ വന്നിട്ട് കുറേ സമയമായി, 7 മണിക്കൂറായി. ഞാൻ ഇപ്പോഴാണ് ആ സാധനം കാണുന്നത്. ആ പ്രൊമോയ്ക്കകത്ത് ഇന്ന് രാത്രി ഹോട്ട്സ്റ്റാറിൽ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ പ്രൊമോയാണ്. റനീഷ നമ്മുടെ 20 കണ്ടസ്റ്റൻസ് പുറത്ത് നിൽക്കുകയാണല്ലോ. ഈ കണ്ടസ്റ്റൻസിനെയും കൊണ്ട് വീടിനകത്തേക്ക് സ്റ്റേജിലേക്ക് വരുന്നു. സ്റ്റേജിലേക്ക് വന്നിട്ട് റനീഷ ചോദിക്കുന്നുണ്ട്, എന്താ ഇന്നലത്തെ ടാസ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റാത്തതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോ അതിൽ ഒരു കണ്ടസ്റ്റന്റ് പറയാണ്, എന്താ അത് ഇന്നലെ പൂജ കരഞ്ഞത് കൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല, അവൾ ഇമോഷണൽ കാണിച്ചതുകൊണ്ട് അവളെ കയറ്റിവിട്ടത് ശരിയായില്ല, ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടില്ല, അതായത് എന്താ പറയാ, ന്യായം നടപ്പിലാക്കിയിട്ടില്ല, ഇവിടെ അന്യായമാണ് ഇവിടെ നടന്നതെന്ന് പറയാണ്. അങ്ങനെ ജഡ്ജസ് എന്തെങ്കിലും ചോദിക്കുമായിരിക്കും കേട്ടോ, ഇന്നലത്തെ വിഷയത്തിൽ എന്താ പറയാനുള്ളത്, ഒരാളെ മാത്രം കയറ്റിവിട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമമായോ, എന്താ തോന്നിയത്, അൺഫെയർ ആയിട്ട് തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആയിരിക്കും മിക്കവാറും പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ രഞ്ജിനി അങ്ങ് കത്തിപ്പടരുകയാണ്. രഞ്ജിനി ചോദിക്കുകയാണ്, നിങ്ങളടുത്ത് ചോദിച്ചായിരുന്നോ നമ്മൾ ആ കാര്യം? ഞങ്ങൾ അലമ്പാക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എന്നിങ്ങനെ പറയണം. അതായത് നിങ്ങൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന അലമ്പല്ല, നമ്മൾ അലമ്പാക്കി കഴിഞ്ഞ പ്രശ്നം സീൻ കോൺട്രയാവും എന്നുള്ള ലെവലില് രഞ്ജിനിയും കണ്ടസ്റ്റന്റും കൂടെ അടിപൊട്ടി. അപ്പൊ ഈ കണ്ടസ്റ്റന്റ് ഫേസ് ഒക്കെ നമുക്ക് ഈ പ്രൊമോക്കകത്ത് എല്ലാവരുടെ ഫേസും ഉണ്ട്. രണ്ടാമത്തെ ദിവസം കയറുന്ന എല്ലാ കണ്ടസ്റ്റന്റിന്റെ ഫേസും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഇന്നലെ വന്നിട്ടുള്ള ഫേസുകളല്ല, ഇത് വേറെ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആ പേരുകൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. പേരുകൾ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാ ഇൻസ്റ്റാഗ്രാം പേജുകളിലും വന്നതാണ്. നമ്മൾ ഇന്നലെ 40 പേരും ടപ്പേ പറഞ്ഞു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള, ആദ്യം ഇന്നലെ 20 പേരല്ലേ കയറ്റിയത്, അപ്പൊ ഇന്ന് ബാക്കിയുള്ള 20 പേരെ ഇന്നത്തെ എപ്പിസോഡിലാണ് വരുന്നത്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തത് അളകനന്ദയാണ്, രണ്ടാമത്തത് റിജോ ജോൺസൺ ആണ്, മൂന്നാമത്തത് സോണിയാണ്, നാലാമത്തത് ശ്യാമാണ്, അഞ്ചാമത്തത് ഷിജുലാലാണ്, ആറാമത്തത് നിതിൻ എസ് ദാസ് ആണ്, ഏഴാമത്തത് ജെറ്റി പി തോമസ് ആണ്. ഇന്നലെ ഞാൻ ജെറ്റി പി തോമസ് എന്നൊക്കെ പറഞ്ഞു. അടുത്ത് എട്ടാമത്തത് നന്ദകിഷോർ, ഒമ്പതാമത്തത് പൂജ, വീണ്ടും ഒരു പൂജ. ആ പൂജയാണെന്ന് വഴക്കുണ്ടാക്കുന്നതെന്നാണ് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇതിനകത്ത് കാണിക്കുന്ന പൂജയുടെ ഫോട്ടോയാണ്, ഈ പൂജയാണ് അവിടെ നിന്ന് രഞ്ജിനിയോട് വഴക്കുണ്ടാക്കുന്നത്. അപ്പം ഈ സംഭവം കൺഫേം തന്നെ ആയിരിക്കും. ഇന്നലെ ഇട്ടിരുന്ന 20 പേരും കറക്റ്റ് ആയിരുന്നു, അപ്പൊ ഇതും കറക്റ്റ് ആയിരിക്കും. 10ാമത്തെ പേര് ലൊല്ലിത. അടുത്ത പേര് 11ാമത്തെ പേര് ഷിൻജിത്ത് ബാബു. അടുത്ത 12ാമത്തെ പേര് സ്റ്റിനിയ. അടുത്ത 13ാമത്തെ പേര് വിശാഖ് വടശ്ശേരി. അടുത്ത 14ാമത്തെ പേര് പ്രവീൺ. 15 അഫിയാന. 16 ഷാമോൻ. 17 രാകേഷ്. 18 സോന. 19 റൈബിൻ. 20 താഷിരാജ്. അങ്ങനെയാണ് ഇതിനകത്ത് പേരുകളെല്ലാം തന്നെ വന്നിരിക്കുന്നേ. നമുക്ക് നോക്കാം ഇത് ശരിയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ ഇന്നലത്തത് കറക്റ്റ് ആയിരുന്നു. നമ്മൾ കണ്ടതാണ്, 20 പേരും കറക്റ്റ് ആയിരുന്നു. അപ്പം തുടക്കം തന്നെ ജഡ്ജസുമായിട്ട് ഇങ്ങനെ അടിപൊട്ടിക്കാൻ നിന്നാൽ എന്താകും എന്ന് എനിക്കൊരു പിടിയുമില്ല. കാരണം അവർക്ക് കംപ്ലീറ്റ്ലി അവരുടെ രീതിയിൽ ഇവരെന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് വേണമെങ്കിൽ ഇവരെ എലിമിനേറ്റ് ആക്കാനുള്ള പവറൊക്കെ ഉണ്ട്. ഇനി ഡേഞ്ചർ സോണിൽ ഇരിക്കുന്ന, നമുക്കറിയാം ഇന്നലെ ഡേഞ്ചർ സോണിൽ എത്ര പേരായി? 4-2, 6-2, 8 പേര് മൊത്തത്തിൽ ഡേഞ്ചർ സോണിലായി. ആസിയ, പൂജ, റാഷ, ഷിബിന, ആരാധ്യ, നയന,
അപർണ, ഷാനോ, ഇവര് 9 പേരായല്ലേ? 4 2 6 ഞാൻ കൂട്ടിയപ്പോൾ തെറ്റിയിരിക്കും. മൊത്തത്തിൽ 8 പേര് ഡേഞ്ചർ സോണിൽ ഇരിക്കുകയാണ്. മിക്കവാറും ഈ ഡേ 2 ഇവരെ കയറ്റുമല്ലോ. ഇവരെ കയറ്റിയിട്ട് ഇവരെ മിക്കവാറും ടീമൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇന്നലെ കണ്ട സെയിം സാധനം തന്നെയായിരിക്കും. ഇതിനകത്തുനിന്ന് വീണ്ടും എന്ത് ചെയ്യും? മിക്കവാറും 8 പേര് ഡേഞ്ചർ സോണിലോട്ട് പോകും. അപ്പോൾ ഡേഞ്ചർ സോണിൽ പോകുമ്പോഴത്തേക്കും 8 16 പേര് ഡേഞ്ചറിലായി. അപ്പോൾ ഈ 16 പേരിൽ നിന്നും ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് വീണ്ടും ഓരോ ടാസ്കും കൂടിയൊക്കെ കൊടുത്ത് ആ ടാസ്കിൽ ഔട്ട് ആവുന്നവർ ഔട്ട് ആക്കുമായിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് 3ാമത്തെ എപ്പിസോഡിലായിരിക്കാം എവിക്ഷൻ വരാൻ സാധ്യതയുള്ളത്. അത് എന്തുകൊണ്ടെന്നാൽ ഫസ്റ്റ് എപ്പിസോഡിൽ എന്താ നടന്നതെന്ന് നമ്മൾ കണ്ടു. ആ ടീമിനെ പിരിച്ചു, അവരെ മത്സരിപ്പിച്ചു, ഡേഞ്ചർ സോണിലാക്കി. ഇന്നിപ്പോൾ പുതിയ 20 പേരെ കൊണ്ടുവരുന്നു, അവരെ ടീം പിരിക്കുന്നു, മത്സരിപ്പിക്കുന്നു, ഡേഞ്ചർ സോണിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പിസോഡ് 3 എന്താ വരുന്നത്? ഇവരുടെ തമ്മിൽ ഈ ഡേഞ്ചർ സോണിലായവരെ തമ്മിലൊരു ഗെയിം കളിപ്പിച്ച് അതിനകത്തുനിന്ന് കുറച്ച് പേരെ ഇന്നാക്കി കുറച്ച് പേരെ ഔട്ടാക്കും ആയിരിക്കും. എൻ്റെ തോന്നലാണ്, നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇന്ന് രാത്രി ഇനി പ്രൊമോ വരും. ടി വിയിൽ എപ്പിസോഡ് കാണുമ്പോൾ ടി വിയിൽ എപ്പിസോഡ് വരുമല്ലോ, ഹോട്ട്സ്റ്റാറിൽ പ്രൊമോ ഒന്നുമില്ല, ടി വിയിൽ വന്നിട്ടുള്ള എപ്പിസോഡിൽ പ്രൊമോ വരും. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും പ്രൊമോ വരും. അപ്പോൾ ആ പ്രൊമോ നമുക്ക് എടുത്തു വെച്ച് എന്താണ് നാളത്തെ കാര്യം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യണം. ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.